ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണ്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, ജനറൽ സർവീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടി കിക്കർ അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ഓക്കെയാണ്. നമുക്ക് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ബാറ്ററി നമുക്ക് 22 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് 11.5 വോൾട്ട് ഉള്ളൂ കേട്ടോ. ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ ഡെഡായി പോകണം, മൊത്തത്തിൽ കട്ടായി പോവാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാൽ നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കിക്കറിൽ മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ടായി കിട്ടിയായിരുന്നു. വണ്ടി ഓടിച്ചൊക്കെ നോക്കി സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്കിലത്തെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ടയർ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. നമ്മൾ അതിന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീനിങ്ങിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് ഓയിലിൻ്റെ മയം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, പക്ഷേ കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബെൽറ്റ് അതൊക്കെ തന്നെ ഇട്ടാൽ മതി. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, അതിൻ്റെ ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു തേയ്മാനമുണ്ട്, എന്നാൽ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജൊന്നും ആയിട്ടില്ല. ബെൻഡെക്സ് ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റിൻ്റെയിലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് നിലവിൽ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓയിൽ ലെവലില്ല. അപ്പോൾ നമുക്ക് ആ ഗിയർ ഓയിൽ കൂട്ടത്തിലൊന്ന് മാറ്റി വിടണം കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ സൈഡ് നമുക്ക് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു നനവുണ്ട്. പിന്നെ അതേപോലെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, നമുക്ക് ഡീസൽ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ഈ ചോക്കിൻ്റെ കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം, കാരണം ചോക്ക് ഇതിവിടെ കേബിൾ പൊട്ടിയിരിക്കുകയാണ്. ഈ സൈഡ് വലിച്ചു കഴിഞ്ഞാലും സ്റ്റക്കായൊരവസ്ഥയിൽ നിൽക്കണം കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് തിരിച്ചു വിട്ടാലേ പോകുള്ളൂ. ഇതുണ്ട്, അതെ വലിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോൾ കേബിൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടാവണം, അതല്ലാതെ കൊണ്ട് അങ്ങനെ വരില്ല. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ലിങ്കിൻ്റെ ബുഷൊക്കെ ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ഇടാം. ഇതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം ഒന്ന് മാറ്റിയിടാം, ഗ്രീൻ ബുഷ് നമുക്ക് അത് തന്നെ മതി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ അടക്കണം, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഡിസൈൻ പറഞ്ഞത് ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് അതിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ, സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞേക്കണോട്ട് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് കാണിച്ചു കിക്കർ അടിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ പോലും നമുക്ക് പ്ലഗിൻ്റെ കേസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ ഏകദേശം ഒരു 100-110 രൂപ റേറ്റ് വേണ്ടുള്ളൂ. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് ഇത് മതി, വേറെ കുഴപ്പമില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ജനറൽ സർവീസിൻ്റെ വർക്കുകളുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബാറ്ററി നമുക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.